മലയാള സിനിമയുടെ ജീവതാളങ്ങളിൽ പ്രതിഭയുടെ പ്രകാശം പരത്തിയ ഒരു ചലച്ചിത്ര താരം. ആമുഖങ്ങളില്ലാതെ തന്നെ മലയാള മനസ്സിൽ പതിറ്റാണ്ടുകളായി പച്ചപ്പ് കണ്ടെത്തിയ ഒരു താരം. ലളിത, പത്മിനി, രാഗിണി, പിന്നെ ശോഭന മലയാളത്തിന്റെ കാൽപ്പനിക ഭാവങ്ങളായി മാറിയപ്പോൾ ഏതൊരു വേഷം പകർച്ചയ്ക്കുമായി ഒരമ്മ, മലയാളത്തിന്റെ പ്രിയപ്പെട്ട സുകുമാരി ചേച്ചി. രാജകുമാരി നമസ്കാരം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി അങ്ങനെ ഏറെ ഭാഷാ ചിത്രങ്ങളിൽ ചേച്ചി അഭിനയിക്കുകയുണ്ടായി. ഒരുപാട് ഭാഷാ ചിത്രങ്ങൾ. ഇന്നും അഭിനയം സജീവമായി തുടരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ എപ്പം മുമ്പോട്ട് പോകും? നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇനി എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആലോചിച്ചാൽ പോരെ. പിന്നെ വന്ന വഴി അത് മറക്കരുത്. നമ്മൾ എങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നത്, എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നിൽക്കണം, അതൊക്കെ ആലോചിച്ചാൽ നല്ല കാര്യങ്ങളാണ്. സുകുമാരി എന്ന നടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചേച്ചിയുടെ ഒരു വേഴ്സറ്റാലിറ്റിയാണ്. ഒരു ആക്ട്രസ് എന്ന നിലയ്ക്കുള്ള വേഴ്സറ്റാലിറ്റിയാണ് ചേച്ചിയുടെ മികവ് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത്. എന്നാൽ സുകുമാരി എന്ന വ്യക്തിയുടെ മികവ് എന്താണ്? അത് ഞാൻ പറയാമോ? സ്വയം ചേച്ചി ചിന്തിക്കാറുണ്ടോ, വിലയിരുത്താറുണ്ടോ? ഇല്ല, ഒരിക്കലും ചിന്തിക്കാറില്ല. ഞാൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഞാൻ ആരെയും വിരോധികളായിട്ട് ഒന്നും വിചാരിക്കാറില്ല. എനിക്ക് വേണ്ടാത്ത ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരുടെ അടുത്ത് പറയും, നിങ്ങളുടെ തെറ്റുകൾ എന്താണ്, അത് നിങ്ങൾ തിരുത്തിയാൽ നന്നായിരിക്കും എന്ന് പറയും. അല്ലാതെ ഞാൻ ആരെയും ഉപദേശിക്കാറില്ല. പക്ഷേ സുകുമാരി എന്ന വ്യക്തിയുടെ ബലഹീനത എന്താണ്, സ്ട്രെങ്ത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? വ്യക്തി എന്ന് പറയുന്നതിൽ എനിക്ക് എന്നെപ്പറ്റി ഒന്നും പറയാനില്ല. എനിക്ക് നല്ല ക്വാളിറ്റീസൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബാക്കിയുള്ളവർ പറയുമ്പം നമ്മൾ ശരി ഏതാ. അപ്പോൾ അതുകൊണ്ട് ഇനിയും കുറച്ചുകൂടെ കെയർഫുള്ളായിരിക്കും. ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം ജീവിക്കാൻ, ഇങ്ങനെ ഒരു ഹെൽപ്പിംഗ് നേച്ചർ വേണം, ദൈവവിശ്വാസം വേണം. ഇതൊക്കെ ഓരോ അനുഭവത്തിൽ നമ്മൾ പഠിക്കുന്നതാണ്. സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയ നിമിഷങ്ങൾ? ഇപ്പോൾ ഏതിലാണ് വേദന ഇല്ലാത്തത്? എല്ലാത്തിലും ഉണ്ട്. അതൊക്കെ നമ്മൾ വേദനയായിട്ട് എടുത്ത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ജീവിക്കാനേ ഒക്കില്ല. അതിനെ സമയം കാണുകയുള്ളൂ. അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എങ്ങനെ ഇതിൻ്റെ മുകളിൽ എങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റും എന്നാലോചിക്കുക. എന്തിന് ഈ വേദനയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ രാവിലെ കഴിച്ചാൽ അതേ നമുക്ക് മനസ്സിൽ വരുള്ളൂ. വേണ്ട, ശരി, അത്ര തന്നെ. ആ വേദന എപ്പോഴും നമ്മുടെ ഒരു മനസ്സിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ കാണും. വിട്ടേക്ക്. നമ്മൾ ഫർദറായിട്ട് ജോലി ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെ തീർക്കാം എന്നുള്ളത് നോക്കുക, അല്ലേ? ചില വേദനകൾ മാറില്ല, പോവില്ല. പക്ഷെ അതല്ലാതെ നമ്മൾ ജീവിക്കണമെങ്കിൽ അതൊക്കെ മറക്കണം. ചേച്ചിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ ചേച്ചി അഭിനയിക്കുകയാണോ അതോ ജീവിക്കുകയാണോ ചെയ്യുക? അതെനിക്ക് അറിഞ്ഞൂടാ. ഡയറക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ അഭിനയിക്കുന്നു. ഞാൻ ചോദിക്കാൻ കാര്യം, ചേച്ചി ഈ ക്യാരക്ടേഴ്സുമായിട്ട് വളരെയധികം ഇമോഷണലി ഇൻവോൾവ് ആവാറുണ്ടോ അതോ ഒരു പ്രൊഫഷണലായി? അല്ല, ഒരിക്കലും. അങ്ങനെ ആയാൽ ഒരിക്കലും ഈ അഭിനയമായിട്ട് വരില്ല. കുറച്ചെങ്കിലും അതിൻ്റെ കൂടെ ഒരു സിൻസിയറിറ്റി വേണം എന്തായിരുന്നാലും. ഇപ്പോൾ ഒരു തൂക്കണ സ്ത്രീയാണെന്ന് വെച്ചോണം, അത് മര്യാദയ്ക്ക് തൂക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുക. അല്ലാതെ ഞാൻ ഒരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൂത്താൽ ശരിയാവുമോ? ഇല്ല. അത് ഒരു ജോലി ചെയ്യുന്ന ആൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൽ നമ്മൾ സിൻസിയറായിരിക്കണം, എങ്കിലേ അത് ശരിയാവും. അപ്പോൾ ചേച്ചി ചുറ്റുമുള്ള ഒരുപാട് വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കുമുള്ള ജീവിതത്തിൽ ചേച്ചി ഈ കഥാപാത്രങ്ങളെയൊക്കെ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ, ഒബ്സർവ് ചെയ്യാറുണ്ടോ? ഒരു പിക്യുലർ ആയിട്ടുള്ള ഒരു ആൾക്കാരെ, അല്ലെങ്കിൽ അവരുടെ മാനറിസം, അവർ സംസാരിക്കുന്ന വിധം, നടക്കുന്ന വിധം, ഇതൊക്കെ നമ്മൾ വാച്ച് ചെയ്യും എവിടെ പോയാലും. അപ്പോൾ നമുക്ക് ചില ആൾക്കാരുടെ ഇത് നമുക്ക് കിട്ടും. അത് നമ്മൾ ഓർമ്മിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഡയറക്ടറിനോടോ അല്ലെങ്കിൽ റൈറ്ററിനോടോ പറയാം, ഇങ്ങനെ ചെയ്താൽ എന്താണ്, അത് അവരുടെ ആ കഥാപാത്രത്തിന് ശരിയാവുന്നു എന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറയും. വിനോദം എന്നതിലുപരി സിനിമയ്ക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട് എന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഒരു പടം കാണാൻ പോകുന്നത്, എന്തെങ്കിലും ഒരു പഠിപ്പിനെ കാണും. അതിൽ നമ്മൾ നല്ലതായിട്ട് എടുക്കാനുള്ള എന്തെങ്കിലും
ഒരു സംഭവം അതിൽ കാണും. ഡെഫിനറ്റായിട്ട് അത് പലരും അത് എടുക്കാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചീത്ത കാണിക്കുകയാണെങ്കിലും നമ്മൾ പിള്ളേരടുത്ത് പറയാറില്ലേ, കണ്ടോ അതിൽ അതുപോലെ ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ നല്ലത് ചെയ്താലും അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അവർ നല്ല രീതിയിലാണ് അത് ഇത് ചെയ്തത്, അത് കണ്ട് പഠിക്കണം എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനാണിപ്പം പിക്ചറായിട്ടിട്ട് കാണിക്കുന്നുണ്ട്, പടം ഇട്ട് കാണിക്കുന്നുണ്ട്, മറ്റേ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് ചില പടങ്ങൾ. എന്തുകൊണ്ട്? നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അത് വിഷ്വലായിട്ട് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരിത് കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷക സമൂഹം നടിമാരോടുള്ളൊരു മനോഭാവം വളരെ കൗതുകകരമാണ്. ഒരറ്റത്ത് വളരെയധികം ആരാധനയാണ്, എന്നാൽ മറ്റൊരറ്റത്ത് നടിമാരെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു പ്രവണതയുമുണ്ട്. അങ്ങനൊരു ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഈ സൊസൈറ്റിയുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് ചേച്ചിക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഹീറോയിൻസിൻ്റെ കാര്യം അവർക്ക് കുറച്ച് കാലത്തെ ഒരിതേ ഉള്ളൂ. ബിക്കോസ് ആ ഏജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 4-5 ക്യാരക്ടേഴ്സ് അവർ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ച് ഫെയ്ഡ് ആവണം. അപ്പോൾ അവർ പറയും, അയ്യോ വേണ്ട, അവരെല്ലാം ഇത് ചെയ്തതാണ്, വേറെ ആളെ നോക്കണം എന്ന് പറയും. അപ്പോൾ അവരുടെ ഇതങ്ങ് പോവും. സോ നാച്ചുറലി ആ കുട്ടി വേറെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടി വരും. അത് അവരുടെ തെറ്റല്ല, മനസ്സിലായില്ലേ? നമ്മുടെ കഥകൾ പോകുന്ന പോക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ പടവും ഒരേമാതിരി ഇരിക്കുമോ? ഇല്ല. ഒരു 2-3 പടം ഒരേപോലെ വരും. അത് കഴിയുമ്പോൾ അതിൻ്റെ ട്രെൻഡ് മാറുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകും, ലേഡി ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകും. ഒരുപാട് തലമുറകളുമായി അഭിനയിക്കാനുള്ള ഭാഗ്യം ചേച്ചിക്ക് ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് ജനറേഷൻസുമായി. തീർച്ചയായിട്ടും. അപ്പോൾ അന്നത്തെ ഒരു സിനിമയുടെ ഒരു അന്തരീക്ഷവും ഇന്നത്തെ ഒരു സിനിമയുടെ അന്തരീക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അന്ന് ഈ ഇതുപോലെ ഫുൾ ഡേ അല്ല, 7 to 1, 2 to 9, 10 to 2 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എവിടെ ചെന്നാലും നമ്മുടെ ആൾക്കാരെ തന്നെ നമ്മൾ തിരിച്ചും കാണാൻ പറ്റും. അപ്പോൾ കുറവായിരുന്നു, ആർട്ടിസ്റ്റ് കുറവായിരുന്നു. അതുകൊണ്ട് എല്ലാവരും തമ്മിൽ കുറച്ചുകൂടെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. എവിടെ ചെന്നാലും വേറെ വേറെ മുഖങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്, വേറെ വേറെ ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഇടപഴകാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. പണ്ട് കാലത്തുള്ള നടന്മാർക്കുള്ള അത്രമാത്രം അർപ്പണബോധം ഇന്നത്തെ തലമുറയ്ക്കുണ്ടോ? ചിലർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. മുമ്പെല്ലാത്തിനും ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഡയറക്ടർ പറയണത് കേൾക്കണം, ആ സീന് പറയണം, പിന്നെ ഡയലോഗ് പഠിക്കണം, പഠിച്ചേ പറയാനൊക്കെ ഉള്ളൂ. അല്ലാതെ ഇന്നത്തെ പോലെ പ്രോംപ്റ്റിംഗ് ഇല്ല. അന്ന് പഠിച്ച മൈക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. എന്ത് പറഞ്ഞാലും ബൂം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ട്, അതിൽ കൂടെ ആ എഞ്ചിനീയർ കറക്റ്റാണോ എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിന് 1 more വേണമെങ്കിൽ നമ്മൾ തിരിച്ചും ആ സീൻ എടുക്കേണ്ടി വരും. ചേച്ചി മദ്രാസിലെ ഒരു നാടക ഒരു ഗ്രൂപ്പുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വിവേക ഫൈൻ ആർട്സ് ക്ലബ്, മിസ്റ്റർ സ്റ്റോ രാമസ്വാമി. 35 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോഴും നാടകം അവർക്ക് ഇപ്പം അധികം നാടകം ഇടാറില്ല. ഒന്നാമത് എല്ലാവരും ബിസിയാണ്, അതുകൊണ്ട് അധികം നാടകമില്ല. പിന്നെ ഈ TV ഒക്കെ വന്നതിന് ശേഷം, മുമ്പൊക്കെ ആണെങ്കിൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ 3 ദിവസവും ഹൗസ്ഫുള്ളായിരിക്കും. അന്ന് TV ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ നാടകത്തിന് വരും. എവിടെയായിരുന്നു ഈ നാടകം? മദ്രാസ്, ഡൽഹി, ബോംബെ, എവിടെ എല്ലായിടത്തും പോകും. അപ്പോൾ ഈ നാടകം ചെയ്യുമ്പോൾ ലൈവായിട്ട് ഒരു ഓഡിയൻസിൽ നിന്നൊരു റിയാക്ഷൻ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും അതുപോലത്തെ ഒരു സന്തോഷം വേറെ ഇല്ല. അതായത് അന്ന് ഞാൻ നാടകത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ ശിവാജി ഗണേശൻ, നാഗേഷ്, അന്ന് ഒരുപാട് സൗകാർ ജാനകി, മനോരമ, ഇങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന എല്ലാ ആർട്ടിസ്റ്റും നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ എല്ലാ ഈവനിങ്ങും 6 മണി കഴിഞ്ഞാൽ ഷൂട്ടിംഗ് കാണില്ല, എന്നുവെച്ചാൽ എല്ലാവരും നാടകത്തിന് പോകും. അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. അതും ശിവാജിയൊക്കെ ചെയ്യുന്ന നാടകം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ ഒക്കില്ല. കട്ടബൊമ്മനൊക്കെയാണ്, ഒരുപാട് ഡയലോഗ് പറയണം. അത് കഴിഞ്ഞിട്ടും 10 മണിക്ക് ഷൂട്ടിങ്ങിന് വരും, നൈറ്റ്. അത്രമാത്രം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. ചേച്ചിക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ എന്തായിരുന്നു ഒരു റിയാക്ഷൻ? എന്തായിരുന്നു? കിട്ടി. ഞാൻ വായിച്ചു, ചേച്ചി പറഞ്ഞു ഇതുകൊണ്ട് എനിക്കൊരു ബസ്സിലൊരു ടിക്കറ്റ് കിട്ടില്ല. അങ്ങനെയല്ല, ആരോ ചോദിച്ചു എൻ്റെ അടുത്ത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പ്രയോജനവും ഇല്ല, ബസ്സിൽ ഒരു ടിക്കറ്റ് പോലും കിട്ടില്ല. പത്മശ്രീ ഇറ്റ്സ് ഒരു അംഗീകാരം, അത്രയേ ഉള്ളൂ.
സന്തോഷമില്ലായിരുന്നു. തീർച്ചയായും ആർക്കാണ് സന്തോഷം ഇല്ലാത്തത്? എല്ലാവർക്കും സന്തോഷമല്ലേ. ആ സന്തോഷം തന്നെ. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു അല്ലേ. അപ്പം ഞാൻ എന്ത് പ്രയോജനം പറയണം? ഞാൻ പത്മശ്രീയാണ്, എനിക്കൊരു പ്ലെയിനിൽ ടിക്കറ്റ് തരണം എന്ന് പറഞ്ഞാൽ തരുമോ? തരില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ സുകുമാരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹം കൊണ്ട് വേണമെങ്കിൽ എവിടെയെങ്കിലും നിൽക്കണം ചേച്ചിയെ, വെയിറ്റ് ചെയ്യണം, നോക്കട്ടെ, ലാസ്റ്റ് മൊമെൻറ്റ് വരെ നോക്കട്ടെ എന്ന് പറഞ്ഞ് തരുമായിരിക്കാം അല്ലേ. അത്രേ ഉള്ളൂ. അതിനെ എല്ലാവരും തെറ്റായിട്ട് എടുത്തു. തെറ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമില്ല. ഇനി ചില കുടുംബ വിശേഷങ്ങളാവട്ടെ. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഞാനുണ്ട്, എൻ്റെ മകനുണ്ട്, മകൻ്റെ വൈഫുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനുണ്ട്. മകൻ എന്ത് ചെയ്യുന്നു? മകൻ എഞ്ചിനീയറിങ് ഫൈനൽ. അപ്പം ഞാൻ സാധാരണ കൊച്ചുമോനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വിചാരം കൊച്ചുമോനാണെന്ന്. ഞാൻ സ്വന്തം മകനെയാണ് കേട്ടോ. സ്വന്തം മകൻ്റെ മകൻ, കൊച്ചുമകൻ. അപ്പോൾ പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും തരാണ്. നല്ല പൊക്കം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിങ് ഫൈനൽ ഇയറാണ്. ഏതൊരു പ്രൊഫഷനിലും ഉയരണമെങ്കിൽ ഒരു ഗോഡ് ഫാദർ വേണമെന്ന് പറയാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും അഭിനയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ചേച്ചി വരുന്നത്. എന്നാലും ഒരു ഗോഡ് ഫാദർ എന്ന നിലയ്ക്ക് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഞാൻ ഒരു സുകുമാരി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അത് സത്യത്തിൽ പറഞ്ഞാൽ ലലകണ്ണി പപ്പിക്കൻ്റെ അമ്മയാണ്, കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മ. അവരാണ് സത്യത്തിൽ എന്നെ ഇത്രയും വളർത്തിയെടുത്ത് പഠിപ്പിച്ചു എന്ന് പറയാം. സ്കൂളിൽ പോകണമെന്നൊക്കെ അവർ ഒരുപാട് പറയും. സ്കൂളിൽ ചേർത്തു. ഞങ്ങൾ പോണത് തന്നെ സ്കൂള്. അത്ര ഈ ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും ഇടയിൽ എപ്പോഴും ഇതായിരുന്നു ഞങ്ങൾക്ക് ജോലി. പിന്നെ അതിനിടയ്ക്ക് സിനിമ ഷൂട്ടിങ്ങിന് പോവും, ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് പോവും. അതിന് മുമ്പ് ഉണ്ടായിരുന്നു കാർത്തിയായനി അമ്മ, ഒരു ട്രിവാൻഡ്രമാണ്. ആ വല്യമ്മയാണ് എന്നെ വളർത്തിയത്. കൊച്ചിൽ ഒരു 5-6 വയസ്സ് വരെ ആ വല്യമ്മയായിരുന്നു നോക്കിയിരുന്നത്. ആ വല്യമ്മയാണ് എന്നെ മദ്രാസിൽ അയച്ചത്. പിന്നെ എൻ്റെ ഒരു വലിയൊരു വീക്ക്നെസ് ആയിരുന്നു എൻ്റെ സിസ്റ്റർ രാഗിണിയക്കൻ. ഒരുപാട് എന്നെ സ്നേഹിച്ച ഒരാളാണ്. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാതെ ഒരു കാര്യം ചെയ്യില്ല. അത്ര ഒരു സ്നേഹമുള്ള ആ രാഗിണിയക്കനെ എനിക്ക് ഒരിക്കലും മറക്കാൻ ഒക്കില്ല. ചേച്ചിയുടെ ഇഷ്ടദൈവം ആരാണ്? എല്ലാവരും ഇഷ്ടം ദൈവം തന്നെ. അമ്മയാണോ ഇഷ്ടം, അച്ഛനെയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അപ്പോൾ എല്ലാവരും സ്വന്തക്കാരല്ലേ. ഇപ്പോൾ നിങ്ങൾ ശിവനെ എടുക്കണം, അച്ഛൻ, പാർവതി എടുക്കണം, അമ്മ, മക്കളെ എടുക്കണം, മുരുകനുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ മാമനാണെന്ന് പറയും കൃഷ്ണൻ. അങ്ങനെ എല്ലാവരും സ്വന്തക്കാരാ അല്ലേ. അപ്പോൾ ഒരാളെ വിചാരിച്ചാലും എല്ലാവരെയും വിചാരിക്കുന്നതിന് തുല്യമാണ്. എന്നാലും ഗണപതിയെ വിചാരിക്കാതെ ആരും ഒന്നും ചെയ്യാറില്ല അല്ലേ. പഴയ കാലത്തെ നമ്മുടെ നടീനടന്മാർ, തിക്രൂശി ചേട്ടൻ, സുകുമാരൻ സാർ, ശ്രീവിദ്യ അമ്മ, ഇവരൊക്കെ ആയിട്ടുള്ളൊരു ബന്ധം ഒരുപാട് പേരെ വിട്ടുപോയല്ലോ. ഒരുപാട് പേരുണ്ട്. നസീർ സാറ്, സത്യം മാസ്റ്റർ, ഇപ്പം മധുചേട്ടൻ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശാരദ, ജയഭാരതി, സീമ, എത്ര പേരുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും എന്നറിയാം. തീർച്ചയായിട്ടും. എന്നാലും അതിൽ കുറച്ച് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? തിക്രൂശേട്ടൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പം നിങ്ങൾ ചോദിച്ചില്ലേ ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ആയിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ചേട്ടന് ഏത് വീട്ടിലും എവിടെ വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും ഏത് ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലും സുഖമായിട്ട് കയറിപ്പോവാം. അത് വിളിച്ചൊന്നും പറയണം എന്നുള്ള ഒരു കാര്യമൊന്നുമില്ല. ഞാൻ വരുന്നുണ്ട് എന്നൊന്നുമില്ല. ചേട്ടനൊക്കെ ലലക്കൻ്റെയും പപ്പിക്കൻ്റെയും വീട്ടിൽ, അതായത് ലളിതക്കൻ്റെ കൂടെ ചേട്ടൻ അഭിനയിച്ചത് അമ്മ എന്ന് പറഞ്ഞൊരു മലയാള പടമാണ് അന്ന്. അത് ചേട്ടനായിരുന്നു ഹീറോ. അങ്ങനെ എത്രയോ പടങ്ങൾ. അതുകൊണ്ട് ചേട്ടനൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും വരും. ചേട്ടൻ ഒരു ആർട്ടിസ്റ്റായിട്ടല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളത്, വീട്ടിലെ ഒരു ചേട്ടനാണെന്നുള്ള ഒരു നിലയെ ചേട്ടനും. പിന്നെ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഒരുപാട് പടങ്ങളിൽ നമ്മൾ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചേട്ടൻ്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എത്രയോ അമ്മായിയമ്മയായിട്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
എന്നാലും ചേട്ടൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് വരെ ഒന്ന് ഇരിക്കുകയോ ഞാൻ നിന്ന് സംസാരിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ വലിയ ഫ്രണ്ടാണെന്ന് പറയും. അത് ചേട്ടൻ പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. ഇന്നെൻ്റെ അമ്മയുടെ തലയിൽ ഞാൻ പനിനീര് തെളിച്ചിട്ടുള്ളതാണ് കല്യാണത്തിന് എന്ന് പറയും. അന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ, അത്ര ഫ്രീഡമാണ്. അതേമാതിരി നസീറേട്ടൻ, പിന്നെ സത്യൻ സാറ്, സോമൻ, സുകുമാരൻ, ജയൻ, അങ്ങനെ ഒരുപാട് പേര്. ഇവരുടെ കൂടെയൊക്കെ നമുക്ക് അഭിനയിക്കാനും അവരുടെ കൂടെ ഒരു ബ്രദറിനെ പോലെ നമുക്ക് സംസാരിക്കാനും എന്ത് വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് പറയായിരുന്നു. നാച്ചുറലി ഇനി അവരൊക്കെ നസീറേട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ആയിരുന്നിരിക്കും. ചേട്ടൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ചേട്ടനെ പറ്റി കൂടുതൽ എടുത്തു പറയുന്നത്. സത്യൻ സാറ് വളരെ നല്ല സ്വഭാവമാണ്, ഇറ്റ്സ് എ വെരി ഗുഡ് ആക്ടർ. പക്ഷേ സത്യൻ സാറ് ആദ്യം അങ്ങനെ ആരടുത്തും വളരെ ഇതായിട്ട് ഒരു റിസർവ് ടൈപ്പാണ്. എല്ലാവരുടെ അടുത്തും, ഒരാളുടെ അടുത്തും എന്നല്ല, അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നവരടുത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിസർവ് ടൈപ്പാണ്. ജയൻ അങ്ങനെ ആയിരുന്നില്ല, സോമൻ അങ്ങനെ ആയിരുന്നില്ല, സുകുമാരനും അതെ. എല്ലായിടത്തും നല്ല, ഞങ്ങളുടെ അടുത്തൊക്കെ വളരെ നല്ല പെരുമാറ്റമാണ്. പിന്നെ ദേഷ്യം വന്നാൽ മിക്കവാറും കണ്ണ് കാണില്ല, അടുത്ത അടിയായിരിക്കും. അത് ഉറപ്പാണ്. ചേച്ചിയുടെ അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിലല്ലോ ഉണ്ട്? ഇതുവരെ ഒന്നുമില്ല. ഇപ്പോൾ വല്ല പ്രശ്നമുണ്ടോ? അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെ, പിന്നെ അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ അത് നോക്കാനേ ഉള്ളൂ സമയം. അപ്പോൾ അതിൻ്റെ പിറകെ നമ്മൾ പോരുത്. നമ്മുടെ പിറകെ അത് വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും ഈ ആരോഗ്യത്തിൻ്റെ പിറകെ നമ്മൾ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ അതിനേ സമയമുള്ളൂ. അയ്യോ കാല് വേദന എടുക്കുന്നുണ്ടോ, ഇന്ന് വേണോ പോണോ വേണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. രാവിലെ കഴിച്ചു കുളിച്ചു ജോലിക്ക് പോവുക, വരുന്നത് വരട്ടെ. അഭിനയം ഒരു ജന്മസിദ്ധമായ കഴിവാണോ അതോ അത് വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു കഴിവാണോ? ജന്മസിദ്ധമൊന്നും ഞാൻ പറയില്ല. അല്ല, ചില മനുഷ്യർക്ക് അഭിനയിക്കാൻ പറ്റും, ചില മനുഷ്യർക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് ചേച്ചി വിശ്വസിക്കുന്നു. അതിപ്പം എല്ലാത്തിനും അങ്ങനെയല്ലേ. ഇപ്പോൾ വിദ്യമ്മയുടെ അമ്മ വലിയ പാട്ടുകാരിയാണ്, ML വസന്തകുമാരി. ആ അമ്മയുടെ അമ്മ അവരും പാട്ടുകാരിയാണ്, നന്നായിട്ട് ലളിതാങ്കി അമ്മ എന്ന് പറയും. ഞാൻ അവരെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ വിദ്യമ്മ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീടാണ്. അപ്പം മിക്കവാറും ഈ പ്രസവിച്ച് കൊണ്ടുവന്നിടുന്നതേ നമ്മുടെ വീട്ടിലാണ്, ലേലക്കൻ്റെയും പപ്പിക്കൻ്റെയും വീട്ടിലാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഈ ഡാൻസ് പാട്ട് എന്നൊക്കെ പറയണത് ഇത് കേട്ട് കേട്ട് കേട്ടാണ് ആ കുട്ടി വളർന്നത്. മനസ്സിലായില്ലേ? അസലായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. ഞാൻ വിചാരിച്ചുള്ളൂ ഒരു വലിയ ഡാൻസറായിട്ട് വരും. പക്ഷേ ആ വണ്ണം കൊണ്ട് അത് കുറച്ച് കളഞ്ഞു. പക്ഷെ തനിച്ച് ഡാൻസ് ചെയ്യുമായിരുന്നു, ഒരു ഫുൾ പെർഫോമൻസ്. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷമാണ് അത് കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ ഷി വാസ് എ വണ്ടർഫുൾ ഡാൻസർ. വിദ്യമ്മയുടെ അപ്പൂപ്പനും വലിയ പാട്ടുകാരനായിരുന്നു. അദ്ദേഹമായിരുന്നു രാഗിനെ അങ്ങനെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ എല്ലാവരെയും അറിയാം. പിന്നെ അച്ഛൻ, അദ്ദേഹം ഒരു വലിയ മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു, വിഘടം കൃഷ്ണമൂർത്തി എന്ന് പറയും. നന്നായിട്ട് രാജാജിയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം അഭിനയം എന്ന് പറയുന്നത് അതും അവർ കണ്ടിരിക്കും അല്ലേ. അപ്പോൾ അവർക്കിതൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ജന്മത്തിൽ അവരെല്ലാം കണ്ട് വളർന്ന ആരാണ്. മലയാളത്തിൻ്റെ ആഘോഷങ്ങൾ ചേച്ചി എങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത്? മുമ്പൊക്കെ ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഓണം എന്നുള്ളത് മാത്രം അറിയാം. വിഷുവും അമ്മ വിഷുക്കൈ നീട്ടമൊക്കെ തരും, അത് ഓരോ ഓർമ്മയുണ്ട്. ഓണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആകെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓണമാണ്, തമിഴ്നാട്ടിലായിരുന്നുകൊണ്ട്. അപ്പോൾ അന്ന് എല്ലാവരും എല്ലക്കണി പപ്പിക്കൻ്റെ വീട്ടിൽ വരും, ബിക്കോസ് നമ്മുടെ ഫെസ്റ്റിവലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് വരും, അവർക്കൊക്കെ ആഹാരം കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് ഒരു കസവും മുണ്ടും ഒരു ബ്ലൗസും കിട്ടും പുതിയതായിട്ട്. ഇത്രയൊക്കെ അറിയാവൂ. അത് എന്തിനാണ് ഏതിനാണെന്നൊന്നും അന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു. ഇന്നിപ്പോൾ അറിയാം, പക്ഷേ അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പിന്നെ ഇപ്പോൾ എന്തോ ഓണം, എല്ലാം കടയിൽ നിന്ന് ഓരോരോ പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരും.
എല്ലാവർക്കും കൊടുക്കും. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ചേച്ചിയുടെ കരിയർ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയറും അതേസമയം കുടുംബജീവിതവും ഇത് രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിച്ചു? മകൻ പഠിച്ചു, ഡോക്ടറായി. അതൊക്കെ അവരുടെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഞാനൊന്നും കൂടെ ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കുക്കുണ്ടായിരുന്നു, മണി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹമാണ് എൻ്റെ മകനെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. ആ മണി അതായിരുന്നു. അത് സത്യത്തിൽ എനിക്ക് ഒരു വലിയ സപ്പോർട്ടായിരുന്നു. അയാൾ മരിച്ചുപോയി. ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീ ഒരു 40 വർഷമായിട്ട് നിൽക്കുന്നതാണ്. സോ ഡെഫിനറ്റായിട്ട് അവരൊക്കെ നമ്മളെ നന്നായിട്ട് നോക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ വരുത്താറില്ല. അവരെല്ലാം സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ മാത്രമായിട്ട് ഒന്നും ചെയ്യാനൊക്കില്ല. പക്ഷേ എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും വരും, എന്ത് വേണമെങ്കിലും ചെയ്തു തരും ഉണ്ട്. ഞാൻ അധികം ആരെയും ഉപദ്രവിക്കാറില്ല. ഒരു സ്ത്രീയുടെ ശക്തി എന്താണ്? ഇത് പാർവതി എടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണത്. ശിവനും പാർവതിയും നിൽക്കുമ്പം അല്ലേ, ശിവൻ്റെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കാം ശക്തി എന്താണെന്ന്. അവരുടെ അടുത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ പറയണ നമുക്ക് അങ്ങനത്തെ ഒരു ശക്തി വേണമെങ്കിൽ ആദ്യം കള്ളം പറയാതിരിക്കുക. നമ്മൾ ഒരിക്കൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആരും വിശ്വസിക്കില്ല. അവർ ചുമ്മാ കള്ളം പറയാണ് എന്നുള്ള ഒരു പേരായിരിക്കും ആദ്യം വരുന്നത്. ആരെയും ഉപദ്രവിക്കാതിരിക്കുക അല്ലേ. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം വരുത്തരുത്. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഒരാളെ പിണക്കരുത്. 10 പേര് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശക്തി. ചേച്ചി ഒരു നടിയായില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ആരെങ്കിലും കല്യാണം കഴിച്ച് ഏതെങ്കിലും വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? അത് തെറ്റ് പറയാനൊക്കില്ല, അത് അവരുടെ ജോലിയല്ലേ. ഇത്രയും അനുഭവസിദ്ധമായൊരു ജീവിതത്തിൽ നിന്ന് ചേച്ചി എന്ത് പഠിച്ചു? എനിക്കറിയാം എന്ത് പഠിച്ചു എന്നൊരു ഒരു സെൻറ്റൻസിൽ പറയാൻ പറ്റില്ല എന്നറിയാം, എന്നാലും ചോദിക്കട്ടെ. പഠിച്ചത് എന്ന് പറയാൻ ഒരുപാടുണ്ട്, ഒരുപാട്. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് തിങ്, നമ്മുടെ ഈ ജോലിയിൽ ഒന്നാമത് കള്ളം പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ജോലിക്ക് പോകാതിരിക്കുന്നത്, എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുന്നത്. യു ഷുഡ് നെവർ സേ. ചേച്ചിയുടെ ഒരു നിലവാരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ പറയാൻ പറ്റും? എന്ത് നിലവാരം? 4 പടം ഓടിയില്ലെങ്കിൽ എനിക്ക് ഒരു നിലവാരമില്ല. പഠിച്ചത് എന്തെന്ന് വെച്ചാൽ കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അത് 4 പേരെടുത്ത് പറയരുത്, അവർക്കും ബുദ്ധിമുട്ടാവും. അവർ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ പോയി നമ്മളൊരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മളെ കണ്ടാൽ അവർക്ക് ചിരിക്കാൻ പറ്റുമോ? പറ്റില്ല.